സച്ചേട്ടാ എന്തേ കാണിച്ചേ? ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ വൈറലായി. 10-20 ലക്ഷം ആൾക്കാരെ കണ്ടേ. ഇനി അത് കോടികളാവും. എന്നിട്ട് എന്താവാൻ? അയാളെ സസ്പെൻഡ് ചെയ്തു. ഇനി എന്തായാലും കുറച്ചു ദിവസം അവൻ വീട്ടിൽ പോയിരിക്കട്ടെ. എനിക്ക് സന്തോഷമായി രവതി, സന്തോഷമായി. അല്ല, നീ എന്തെങ്കിലും നോക്കുന്നേ? എനിക്കിതിൽ വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. എന്റെ സച്ചേട്ടാ, അദ്ദേഹം മെഡിസിൻ വാങ്ങാൻ വരുമ്പോഴല്ലേ ഹെൽമെറ്റ് ഇടാൻ മറന്നത്? അദ്ദേഹത്തിന്റെ അടുത്ത് ആർക്കെങ്കിലും അസുഖം വല്ലതും കാണും, പെട്ടെന്ന് മരുന്ന് എത്തിക്കേണ്ടി വരില്ലേ? ആ വെപ്രാളത്തിൽ പറ്റിപ്പോയതായിരിക്കും. സച്ചേട്ടൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. അങ്ങനെ പറ്റരുതല്ലോ. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ, അല്ലേ വേണ്ട വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ അയാൾ ഫയർ അടുപ്പിക്കില്ലേ? എന്റെ സച്ചേട്ട, ഇതിന്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡാ ചെയ്തേ. ഇതൊന്നും ശരിയല്ല. ശാപം കിട്ടും കേട്ടോ. അപ്പൊ അയാൾ എന്നോട് ചെയ്തോ? എന്റെ അച്ഛനെ പറഞ്ഞു അയാള്. ഫൈൻ അടിക്കാന്ന് പറഞ്ഞിട്ട് അയാൾ കേട്ടില്ല. എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയി. റെസ്റ്റോറന്റ് വെച്ച് ആവശ്യമില്ലാതെ എന്റെ മെക്കിട്ട് കയറി പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി. വണ്ടി പിടിച്ചോണ്ട് പോയ ദിവസം നമ്മൾ എത്രമാത്രം വിഷമിച്ചേ, അയാളെ നീ മറന്നോ? ഓ എന്റെ സച്ചേട്ട, ഞാനൊന്നും മറന്നിട്ടില്ല. അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞിട്ടുമില്ല. ആ വിഷയമൊക്കെ അപ്പ വിടണായിരുന്നു. ഇതൊക്കെ മനസ്സിൽ അങ്ങനെ കൊണ്ടു നടന്നിട്ട് ഇപ്പൊ എന്തിനാ ഇങ്ങനെ ചെയ്തേ? ഓ, ഞാൻ കരുതി ഇതറിയുമ്പോ നിനക്കും എന്നെ പോലെ സന്തോഷാവുന്നു. ഇപ്പോ നീയും എന്നെ കുറ്റപ്പെടുത്ത. എന്നെ ദ്രോഹിച്ച ഏതൊരുത്തിനെ സപ്പോർട്ട് ചെയ്യല്ലേ? സപ്പോർട്ട് ചെയ്തതല്ല, ഇത് കൂടുതൽ പ്രശ്നമാവേ ഉള്ളൂ. അദ്ദേഹത്തിന് സച്ചേട്ടനോടുള്ള പക കൂടും. അദ്ദേഹം ഇനി അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ? കൂടട്ടെ, പക കൂടട്ടെ. എന്റെ നിരക്ക് വരട്ടെ അയാള്. അപ്പൊ വിവരം അറിയും. ഇതുവരെ അയാൾ കണ്ട സച്ചിയായിരിക്കില്ല. അപ്പോ അയാൾ അടങ്ങിയിരുന്നാ അയാൾക്ക് കൊള്ളാം. എന്റെ സച്ചേട്ടൻ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക. നീ ഒന്നും പറയണ്ട, മിണ്ടായിരുന്നാ മതി. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്റെ സച്ചേട്ടാ, ഭർത്താവിന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാ അത് പറഞ്ഞു മനസ്സിലാക്കി തിരുത്തി തരുന്നവളാ നല്ല ഭാര്യ. അവള് പറയുന്നത് മനസ്സിലാക്കി തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്ന ആളാണ് നല്ല ഭർത്താവ്. മനസ്സിലായോ? ഒരു ദേഷ്യക്കാരൻ. ചേടാ, അല്ല ഇതെന്താ ധാവണി കൊടുത്ത്? നമ്മുടെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാൻ പോവല്ലേ, ഒരു ട്രഡീഷണൽ ലുക്ക് ആയിക്കോട്ടെ എന്ന് കരുതി. ഓ, കൊള്ളാം 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 കൊള്ളാം. എന്തായാലും നന്നായിട്ടുണ്ട്, സൂപ്പർ. അരുണേട്ടന്റെ ഡ്രസ്സും കൊള്ളാം. അല്ല, അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി കാണൂ? ആ, ഇറങ്ങി, ഇപ്പൊ തന്നെ എത്തും. ഇതെന്താ ഈ കയ്യില്? ഇതോ കുറച്ച് സീറ്റ്സാ. തന്റെ ചേച്ചിയും ചേട്ടനെ ആദ്യമായിട്ട് കാണല്ലേ, അപ്പോ വെറും കൈയോടെ വരാൻ പറ്റുമോ? എന്തെങ്കിലും കൊടുക്കണ്ടേ? അരുണേട്ടൻ സ്ട്രിക്റ്റ് ആയ ധൈര്യശാലിയായ ഒരു പോലീസ് ഓഫീസർ ആണെന്നല്ലേ പറയുന്നേ? ആ ധൈര്യമൊക്കെ ചോർന്നു പോയോ? ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടിയെ പോലെ നല്ല ടെൻഷനിലാണല്ലോ. പിന്നെ ടെൻഷൻ കാണാതിരിക്കൂ? അരുണേട്ടനെ കണ്ടാ അവർക്ക് ഇഷ്ടാവോ, വല്ല കുറ്റവും കുറവും കാണുവോ എന്നൊക്കെയാണോ ടെൻഷൻ? എന്നാലേ അത്രയ്ക്ക് ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അവർക്ക് നിങ്ങളെ ഇഷ്ടാവും. പിന്നെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനല്ല അവര് വരുന്നേ. നമ്മുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ ചേച്ചിയുടെ മനസ്സിൽ. നിങ്ങളെ കണ്ട ഉടനെ കല്യാണ മണ്ഡപം എപ്പോഴത്തേക്ക് ബുക്ക് ചെയ്യാന്നായിരിക്കും അവര് ചോദിക്കുക. അപ്പൊ അങ്ങനെ ചോദിച്ചാലേ നാളത്തേക്ക് ബുക്ക് ചെയ്തോന്ന് ഞാൻ അങ്ങ് പറയും. ഞാൻ എപ്പോഴും ഓക്കെയാണ്. എത്രയും പെട്ടെന്നായ അത്രയും നല്ലത്. അവരോട് അങ്ങനെ പറഞ്ഞാലേ അവര് നാളെ തന്നെ നമ്മുടെ കല്യാണം നടത്തും. പിന്നെ അവര് നമ്മുടെ കല്യാണത്തിന് ഓക്കെ പറയുന്ന ഉറപ്പല്ലേ? എന്താ സംശയം? അവർക്ക് ഓൾറെഡി ഓക്കെയാ. ഒന്ന് കണ്ടുറപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്നേ ഉള്ളൂ. അവർക്ക് എന്നെ ഇഷ്ടാവോ? അരുണേട്ടനെ കണ്ട ആർക്കാ ഇഷ്ടാവാതിരിക്കുക? അരുണേട്ടനെ പോലെ ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്ത് കാരണമുള്ളേ? ഞാൻ പറഞ്ഞില്ലേ,
അവർക്ക് അരുണേട്ടനെ ഇഷ്ടാവും. എന്തോ രാവിലെ മുതല് ഒരു ചെറിയ ടെൻഷനുണ്ട്. അവരൊന്ന് വന്ന് പോയാൽ എനിക്ക് സമാധാനാവോ? നിന്റെ ചേച്ചിയെ കുറിച്ച് നീ എന്നും പറയാറുണ്ട്, പക്ഷെ അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് നീ ഒന്നും പറഞ്ഞിട്ടില്ല. ചേച്ചി വളരെ സോഫ്റ്റ് ആണല്ലോ. അവരുടെ ഹസ്ബൻഡും അതുപോലെ ആണോ? അദ്ദേഹം ഒരു നല്ല മനുഷ്യനാ. മൂക്കിൻ തുമ്പത്താ ദേഷ്യം. യോ, അത് മാത്രമേ ഉള്ളൊരു ചെറിയ കുഴപ്പം. ബാക്കി എല്ലാം കൊണ്ടും ഓക്കെയാ. നമ്മുടെ കുടുംബത്തെ അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബം പോലെയാ കാണുന്നേ. എന്നെ സ്വന്തം അനീതിയായിട്ടും അത്രയ്ക്ക് സ്നേഹമാ. അരുണേട്ടനെ അദ്ദേഹത്തിന് ഇഷ്ടാവും. ഇന്ന് കാണുമ്പോ നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവും. കണ്ടോ? നമുക്കെന്നാ അങ്ങോട്ട് നടക്കാം. ഏയ് നിക്കേ, നമുക്കേ ഒരു സെൽഫി എടുത്താലോ? ഒരു സാരി കൊടുക്കുന്നതിന് ഇത്ര സമയം വേണോ? നീ കാരണം വൈകിയത്. ഇത്തിരി വൈകിയാലും പ്രശ്നമൊന്നുമില്ല. അവരുടെ കല്യാണത്തിനൊന്നും അല്ലല്ലോ പോകുന്നേ. കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാനല്ലേ പോകുന്നേ. അതൊക്കെ ശരിയാ. ദേവുവിന്റെ ചെറുക്കൻ എന്ത് കരുതും? അവന് വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന മോശമല്ലേ? വെറുതെ അല്ല ഇപ്പൊ ചില പെണ്ണുങ്ങൾ ജീൻസും ടോപ്പൊക്കെ ഇടുന്നത്. അതാകുമ്പോൾ വലിച്ചു കയറ്റിയാൽ മതിയല്ലോ. സാരി കൊടുക്കുന്ന പണിയുമില്ല, സമയവും ലാഭവും. ദേവു കൊള്ളാം. അവക്ക് വേണ്ട പയ്യനെ അവൾ എന്നെ കണ്ടെത്തിയില്ലേ? കല്യാണമേ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നടന്നവളാ. ആ പയ്യൻ അവളുടെ മനസ്സ് മാറ്റി. ആ പയ്യൻ എന്തായാലും എടുക്കനാ. അച്ഛനില്ലാത്ത കുടുംബമാണ്. നീയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നിർത്തേണ്ടതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു. ദേവിന്റെ കല്യാണം ഞാൻ ഭംഗിയായിട്ട് നടത്തും. അതെന്റെ കടമയാ. അല്ല, നല്ല ചെറുക്കൻ തന്നെയല്ലേ രേവതി? എന്താ സംശയം? ദേവുവിന് എനിക്ക് വിശ്വാസ. അവൾക്ക് അനുയോജ്യനായ നല്ലൊരാളെ തന്നെയായിരിക്കും അവൾ കണ്ടെത്തിയിട്ടുണ്ടാവുക. ശരിയാ, അവളെ ബുദ്ധിമതിയാ. അവളെല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടാവും. നീ അവന് നമ്മളൊക്കെ ഇഷ്ടാവോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അവന് നല്ല വിദ്യാഭ്യാസമൊക്കെ കാണുമല്ലോ, നല്ല ജോലിയുണ്ട്. എനിക്കാണെങ്കിൽ വലിയ പഠിപ്പൊന്നുമില്ല. എന്റെ സച്ചേട്ടാ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പഠിപ്പ് നോക്കിയാണോ ഒരാളെ ഇഷ്ടപ്പെടുന്നേ? നല്ല സ്വഭാവം ഉണ്ടായാ മതി. അങ്ങനെ നോക്കിയാ സച്ചേട്ടനെ എല്ലാവർക്കും ഇഷ്ടാവും. സത്യമാണോ നീ പറയുന്നത്? പിന്നല്ലാതെ. കുറച്ചു നേരം സച്ചേട്ടനോട് ഒരാൾ സംസാരിച്ചിരുന്ന അവര് പിന്നെ സച്ചേട്ടനെ മറക്കയില്ല. എന്താന്നറിയില്ല, അറിയാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോവും. അപ്പോ പരസ്പരം ഇഷ്ടപ്പെടാതെയാണ് അവര് കല്യാണം കഴിച്ചല്ലേ? അതെ. പക്ഷേ ഇന്ന് അവരെ പോലെ സ്നേഹത്തോടെ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ വേറെ കാണാനേ ഇല്ല. ഈ നീ പറഞ്ഞ് ഞാനിപ്പോ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഫാനായി. എന്താ ഇവിടെ നിർത്തിയത്? അല്ല, അവനെ ആദ്യമായിട്ടല്ലേ കാണുന്നേ. എന്തെങ്കിലും കൊടുക്കണ്ടേ? കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കാം. അതൊക്കെ വേണോ? വേണം. അല്ല, അവന് ഏത് സ്വീറ്റ്സാണ് ഇഷ്ടമെന്ന് നീ ദേവനോട് വിളിച്ചു വെച്ചേ. വിളിച്ചു ചോദിക്കൊന്നും വേണ്ട. സച്ചേട്ടന് ഇഷ്ടമുള്ളത് മേടിക്കും. അല്ല, എനിക്കിഷ്ടമുള്ളത് അവന് ഇഷ്ടമാണെന്നുണ്ടോ? അവന് ഇഷ്ടമുള്ളത് തന്നെ വാങ്ങണം. നീ ഒന്ന് വിളിക്കേ. ദേവു, അവരിപ്പോ എത്താറായി കാണോ? ആ, എത്താറായിട്ടുണ്ടോ? ഫോൺ. ചേച്ചിയാ? ആ ചേച്ചി പറയ. നിങ്ങൾ ക്ഷേത്രത്തിലെത്തിയോ? എപ്പോഴേ എത്തി. നിങ്ങൾ എത്താറായോ? ആ, എത്താറായി. കുറച്ചേ സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടി നിർത്തിയിരിക്ക. നിന്റെ ചെറുക്കന് ഇഷ്ടമുള്ള സ്വീറ്റ്സ് എന്താണെന്ന് ചോദിക്കാനേ സച്ചേട്ടൻ പറഞ്ഞു. അതാ വിളിച്ച്. നീ ഒന്ന് അവനോട് ചോദിക്ക്. അരുണേട്ടാ, ഏത് സ്വീറ്റ്സാ ഇഷ്ടം? എനിക്ക് മൈസൂർ പാക്ക ഇഷ്ടം. അരുണേട്ടന് മൈസൂർ പാക്ക ഇഷ്ടം. ശരി ദേവു, ഞങ്ങളിന്ന് മേടിച്ചിട്ട് വരാം. പെട്ടെന്ന് എത്തൂട്ടോ. ആ അതെ, മൈസൂർ പാക്ക് അവന് ഇഷ്ടം. നീ വാ, നമുക്ക് പോയി വാങ്ങിട്ട് വരാം.
വേണ്ട, സച്ചേട്ടൻ പോയി മേടിക്ക, ഞാനിവിടെ ഇരിക്കാം. എന്നാ ശരി. അരുണേട്ടാ, സച്ചേട്ടൻ പറഞ്ഞിട്ടാ ചേച്ചി വിളിച്ചത്. ആണോ? ശേ, എന്തെങ്കിലും വാങ്ങിയ പോരായിരുന്നോ? എന്തിനാ എന്റെ ഇഷ്ടമൊക്കെ നോക്കുന്നത്? സച്ചേട്ടൻ അങ്ങനെയാ. അല്ല, ഞാൻ വാങ്ങിയത് അദ്ദേഹത്തിന് ഇഷ്ടാവൂ? അതൊക്കെ ഇഷ്ടാവും. ആ, നീ വാ. ആദി, വാ വന്ന് ഭക്ഷണം കഴിക്കേ. എനിക്ക് വേണ്ട. നീ ഇന്നൊന്നും കഴിച്ചില്ലല്ലോ, നിനക്ക് വിശക്കുന്നില്ലേ? വിശക്കുന്നില്ല. ദേ, ഇങ്ങനെയാണെങ്കിലേ ഞാൻ നിന്റെ അമ്മയോട് വിളിച്ചു പറയും കേട്ടോ. എന്നാ പറഞ്ഞോ. ആദി, ഇവന്റെ ഒരു കാര്യം, ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. ശ്രുതിയെ ഒന്ന് വിളിച്ചു പറയാം. ഈ ശ്രുതി എന്താ ഫോൺ എടുക്കാത്തത്? ഈരെ വിളിച്ചു നോക്കിയാലോ. വിമല ആന്റി ആണല്ലോ. ഹലോ ആന്റി. ആ, ശ്രുതിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അതുകൊണ്ടാ ഞാൻ നിന്നെ വിളിച്ചത്. അവള് കുഞ്ഞിനെ കാണാൻ വന്നിട്ട് എത്ര ദിവസമായെന്നോ. അവൻ നേരെ വണ്ണം ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, കുട്ടികളുടെ കൂടെ കളിക്കാനും പോകുന്നില്ല. സ്കൂളിലെ അവനെ കുറിച്ച് എപ്പോഴും പരാതിയാ. ഞാൻ എന്താ വേണ്ടത്? ശ്രുതി വരുന്നില്ല, ഞാൻ വിളിച്ച അവള് ഫോൺ എടുക്കുന്നില്ല. എന്നാ അവളാണെങ്കി ഇങ്ങോട്ട് വിളിക്കോ, അതുമില്ല. ഇവന്റെ കാര്യം സ്കൂളിൽ പോയി സംസാരിച്ചേ പറ്റൂ. എന്നെ കൊണ്ട് വയ്യ മോളെ. അവള് ചെറിയ പ്രശ്നത്തിലാ ആന്റി, അതാ വിളിക്കാത്തെ. എന്തു പറ്റി ആന്റി? അത് പിന്നെ ഹലോ ഹലോ മീരെ, കട്ടായല്ലോ. എന്തു പറ്റി? നീ അമ്മയോടെ സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാ ഞാൻ ഫോൺ പിടിച്ചു വാങ്ങിയത്. ഇനി ശ്രുതിക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദ്യം കുട്ടി അവിടം വരെ ഒന്ന് പോയാലോ? നീ എല്ലാം പറയാൻ പോവായിരുന്നല്ലേ? അമ്മ ഇതൊന്നും അറിയിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? എപ്പോഴായാലും അറിയണ്ടേ ശ്രുതി? ഇല്ല, അമ്മ ഒരിക്കലും ഇത് അറിയരുത്. അമ്മയ്ക്കിത് വിഷമാവും. നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തോണ്ടാ ആന്റി എന്നെ വിളിച്ചത്. കൊറേ പരാതി പറഞ്ഞു, നീ കുഞ്ഞിനെ കാണാൻ പോകുന്നില്ല, അമ്മയെ വിളിക്കുന്നില്ല, വിളിച്ച ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ. എന്റെ മാനസികാവസ്ഥ നിനക്കറിയാവുന്നതല്ലേ? ഞാൻ അവിടെ പോയി അമ്മയെ കണ്ടു കഴിഞ്ഞാ എല്ലാം അറിയാതെ പറഞ്ഞു പോവും. എന്തിനാ വെറുതെ? ആദ്യ ഭക്ഷണം കഴിക്കുന്നില്ല, നേരെ വണ്ണം ഉറങ്ങുന്നില്ല, കുട്ടികളോട് കളിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. സ്കൂളിൽ അവനെ കുറിച്ച് പരാതികളാണത്ര. എല്ലാത്തിനും കാരണം നീയാ. അവരെ ഒന്ന് പോയി കണ്ടാലെന്താ? നടന്നത് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. നീ വീട്ടിൽ ചെന്ന് 2 ദിവസം അവരുടെ കൂടെ താമസിച്ചിട്ട് വാ, അവർക്ക് സന്തോഷാവും. നീ പറഞ്ഞാലും കാര്യമുണ്ട്. ഞാൻ അടുത്ത ദിവസം തന്നെ പോവാം. അവിടെ എനിക്ക് എങ്ങനെയും തിരിച്ചു കയറണം എന്നുള്ള ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ. അതിനിടയിൽ മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല. അവർക്ക് നല്ല വിഷമായി കാണും. പോയി സമാധാനിപ്പിക്കണം. അല്ല, ദേവിന്റെ ചെറുക്കനെങ്ങനെ, സുന്ദരനാണോ? അതിന് ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ. അവന്റെ ഒരു ഫോട്ടോ പോലും ദേവു എന്നെ കാണിച്ചിട്ടില്ല. സുന്ദരനായിരിക്കുമല്ലേ? ആയിരിക്കും. എന്നാലും സച്ചേട്ടനെക്കാളും സുന്ദരനാവാൻ സാധ്യതയില്ല. സച്ചേട്ടനെക്കാളും സുന്ദരനായിട്ടേ ഈ ലോകത്ത് ആരാ ഉള്ളത്? നീ ആക്കിയതാണ്. അല്ല,
ഭർത്താവിനോട് സ്നേഹമുള്ള എല്ലാ ഭാര്യമാർക്കും അവരുടെ ഭർത്താവാ ലോകത്തിലെ ഏറ്റവും സുന്ദരൻ. എനിക്കും അങ്ങനെ തന്നെയാ. ആ അങ്ങനെ അങ്ങനെയാണെങ്കിലേ ലോകത്തിലെ ഏറ്റവും സുന്ദരി എന്റെ ഭാര്യ. വേഗം വിട്, അവരവിടെ വെയിറ്റ് ചെയ്യാം. ഓ ഓക്കേ. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ആ, എന്റെ കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാന്നേ. വേണ്ടെന്നായിരുന്നു മനസ്സില്. ആ ദേ, എന്ന് ഞാൻ നിന്നെ കണ്ടോ അന്നെല്ലാം മാറി. ആ, ഇന്നിപ്പോ നിന്നെക്കുറിച്ചും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചും മാത്രമാ എന്റെ ചിന്ത. ഞാനും അരുണേട്ടനെ പോലെ തന്നെ കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നതാ. പക്ഷേ അരുണേട്ടനെ കണ്ടതോടെ ആ തീരുമാനമൊക്കെ മാറി. ഇന്നിപ്പോ അരുണേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. കല്യാണത്തിന് ശേഷമുള്ള നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് വല്ല പ്ലാനും ഉണ്ടോ? പിന്നല്ലാതെ. ആ എന്നാ പറ, എന്താ പ്ലാൻ? ഞാനൊന്ന് കേക്കട്ടെ. അതിപ്പ പറഞ്ഞ അരുണേട്ടൻ ഞെട്ടും, പേടിക്കും. അതുകൊണ്ട് കല്യാണത്തിന് ശേഷം പറയാം. ആ, ശരി, പ്ലാൻ എന്താണെന്ന് അപ്പൊ പറഞ്ഞാൽ മതി. ഈ കല്യാണത്തിന് ശേഷം നമ്മുടെ ഹണിമൂൺ എവിടെ ആയിരിക്കണം അതെന്തായാലും ഇപ്പൊ പറയണം. നീ എവിടെ പോണോന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ പോയിരിക്കും. ഞാൻ പറയാം. ആ വാ. അങ്ങനെ വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. ആ, ഒരു മിനിറ്റ്, ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്യട്ടെ. ദേ ഇത് പിടിച്ച. ആ ഹലോ. ആ ആ ഞാനിവിടെ ഒരു അമ്പലത്തിൽ വന്നിരിക്കുക. അയ്യോ സച്ചേട്ടാ, ഫോൺ കാറിൽ വെച്ച് മറന്നു. കീ തന്നെ. ആ അതവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഫോണിന് അത്യാവശ്യമൊന്നുമില്ലോ. പൂവിന്റെ ഓർഡർ തരാൻ വേണ്ടി ആരെപ്പ വിളിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലേ ഓർഡർ വേറെ ആൾക്കാർക്ക് പോവും. ഓ ഇപ്പൊ വലിയ ബിസിനസ്സുകാരിയാണല്ലോ. ഞാനതങ്ങ് മറന്നുപോയി. കളിയാക്കല്ലേ സച്ചേട്ടാ. ആ പോയി എടുത്തുണ്ടോ. ദാ സച്ചേട്ടൻ അകത്തോട്ട് ചെല്ലാം. നല്ല കാര്യത്തിന് വന്നിടത്ത് ഈ ചെകുത്താനെയാണല്ലോ കണ്ടത്. അരുണേട്ടാ, എന്തു പറ്റി? ആകെ ഡള്ളായിട്ടിരിക്കുന്നല്ലോ. കുറച്ചു മുൻപ് കണ്ട ആളെ അല്ല. അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ആര്? ഈ എന്നോട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഗുണ്ടയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനിപ്പോ സസ്പെൻഷനിലാവാൻ കാരണം പോലും അവൻ തന്നെയാ. ശ്ശോ, ഞാൻ എവിടെ ചെന്നാലും അവനുണ്ടാവും. അരുണേട്ടാ, അത് വിട്. ഇത് ക്ഷേത്രല്ലേ, പലരും വരും പോവും. നമ്മളെന്തിനാ അതൊക്കെ മൈൻഡ് ചെയ്യുന്നേ? അവര് വന്ന ഉടനെ നമുക്ക് അവരെയും കൂട്ടി വല്ല ഹോട്ടലിലേക്ക് മറ്റോ പോവാം. അവിടെ ഇരുന്ന് സംസാരിക്കാം.
അരുണേട്ടാ ഇങ്ങനെ മൂഡ് ഔട്ട് ആവല്ലേ. അരുണേട്ട വന്നേ. സച്ചേട്ടൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഇവിടെ ശരിയാവത്തില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. എന്തു പറ്റി? ഞാൻ പറയുന്ന കേക്ക്. നീ അവരെ വിളിച്ച് വരാൻ പറ. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിരിക്കാം. എന്താ പ്രശ്നം? എന്താ സച്ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ പോലീസുകാരൻ ഇവിടെ ഉണ്ട്, അരുൺ. വന്ന ഉടനെ അവന്റെ മുഖം കണ്ടത്. വേണ്ടായിരുന്നു, ഉണ്ടായിരുന്ന സന്തോഷം മുഴുവൻ പോയി. നമുക്ക് ഇവിടുന്ന് പോകാൻ രവതി. നീ അവരെ വിളിക്കേ. ആ പോലീസുകാരൻ ഇവിടെ ഉണ്ടെന്ന് കരുതി നമ്മൾ എന്തിനാ ഇവിടുന്ന് പോകുന്നേ? ശരിയാവില്ല രവതി. അവൻ വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ എനിക്ക് മിണ്ടായിരിക്കാനും പറ്റില്ല. ഞാനും എന്തായാലും പറയും. ഞാനും ഇടപെടും. ദേവുവിന്റെ ചെറുക്കൻ നമ്മളെ കുറിച്ച് എന്ത് കരുതും? അവൾക്കും അത് മോശ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. ശോ, അവരിവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ. ആദ്യം അവരെ ചെന്ന് കാണാം, എന്നിട്ട് വേറെ എവിടേക്കെങ്കിലും നമുക്ക് പോവാം. സജ്ജേട്ടൻ വന്ന് വാ, ഇങ്ങോട്ട് വരാൻ. ഓ, ഒന്ന് വരൂ ഇങ്ങോട്ട്. വാ, നടക്ക്. എന്തു ചേർന്നേട്ടാ? ഏയ്, അവനെ കണ്ടതോടെ ആകെ മൂടങ്ങ് പോയി. ഞാൻ പറഞ്ഞില്ലേ അത് വിടാൻ. അയാൾ പോയി കാണും. വീട് വാ വരാം. ഇങ്ങോട്ട്. വാ. ആ സച്ചേട്ടാ, ദേ ദേവു. ഇദ്ദേഹം നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തൊരു റൗഡി ഇവിടെ ഉണ്ടെന്ന്? അദ്ദേഹം പറഞ്ഞ ആ റൗഡി മറ്റാരുമല്ല, സച്ചേട്ടനാ. ഭയങ്കര ഈഗോയാ അവന്. പോലീസ് യൂണിഫോം ഉള്ളതിന്റെ അഹങ്കാരവും ഒരിത്തിരി പോലും മനുഷ്യത്വം ഇല്ല അവന്. ഒരു ദിവസം കണ്ട് ഇഷ്ടപ്പെട്ടവരല്ല അവര്. പരസ്പരം ആഴത്തില് മനസ്സിലാക്കിയ ശേഷം അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തത്.